ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടിച്ചക്കപ്ലാമൂട് രവി സംവിധാനം ചെയ്ത എനിക്കെന്തിന്റെ കേടായിരുന്നു എന്ന സിനിമയുടെ റിലീസ് ചെയ്ത സിനിമയുടെ തിയേറ്ററിന്റെ മൂത്രപ്പുരയിലാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, സിനിമ ഇന്റർവെല്ലായിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യന് പോലും ഇല്ല. ഈ സിനിമ വൻ ഫ്ലോപ്പാണ്. ആ സംവിധായകനോട് അതേ ചോദ്യം ഞാൻ ചോദിക്കുന്നു, തനിക്കെന്തിന്റെ കേടായിരുന്നു? ഇയാൾക്കെന്തിന്റെ കേടാണ്? ഇതിന്റെ കേടാണിത്. അല്ല, റിവ്യൂ ഇടുന്നു. മോശം പടം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തെ, സെക്കൻഡ് ഷോ കഴിഞ്ഞ തിയേറ്റർ അടച്ച് ഇവിടെ ആകെ ഞാനും താനും അവർ ഫ്രണ്ട് ഇരിക്കുന്ന സെക്യൂരിറ്റിയും ആ ബൾബിന്റെ കീഴിൽ ഇരിക്കുന്ന പല്ലി മാത്രമേ ഉള്ളൂ. എന്തിന്റെ കുഴപ്പമാണിത്? പടം കൊള്ളത്തില്ല. പടം കൊള്ളത്തില്ലെന്നോ? ഞാൻ പടം കണ്ടായിരുന്നു. പടം ഞാൻ കണ്ടു. ചോദിക്കാം, ആ പടത്തിൽ എവിടെയാണ് മോശം എനിക്കറിയണം. ആ പടത്തില് തുടങ്ങുമ്പോ നായകനാണോ മോശം? നായകൻ കിടിലമായിരുന്നു. അപ്പൊ നായികയായിരിക്കും. നായിക പുതിയ കുട്ടിയാണെന്ന് പറയത്തേ ഇല്ല, അടിപൊളി. അപ്പൊ പാട്ടുകളോ? പാട്ട് ഗംഭീരം കേട്ടോ. എന്ത് മ്യൂസിക്കാന്നറിയോ? കഥയോ? കഥയാണ് ഹൈലൈറ്റ്. ഇതുപോലുള്ള കഥകൾ മലയാള സിനിമയിൽ ഇനിയും വരണം. സംവിധാനം ഒരിക്കും മോശം, മേക്കിംഗ് അടിപൊളി, ഒന്നും പറയില്ല. പക്ഷെ പടം കൊള്ളത്തില്ല. നിങ്ങളൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ശാപം. ഓരോ നടന്മാരുടെ പേരിൽ റിവ്യൂ ഇടും, ഓരോ സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ ഇടും. നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞൂടെ സുഹൃത്തെ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ മലയാള സിനിമ പ്രതിസന്ധിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയസൂര്യ, അദ്ദേഹത്തിന് ഇപ്പൊ സിനിമയുണ്ടോ? ഇതൊക്കെ ആര് പറഞ്ഞു നിങ്ങളെടുത്ത്? സിനിമ ഇവിടെ വെളിയിലൊരു ബോർഡ് ഇരിപ്പുണ്ട്, എന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം പുതിയ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാണ്? പുതിയ ബിസിനസ്, വേസ്റ്റ് ടൈൽ കട്ടർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജയസൂര്യ വേസ്റ്റ് ടൈൽ കട്ടർ. അത് വാടക കൊടുക്കായിരിക്കും. സുഹൃത്തെ, ജയസൂര്യ വേഴ്സറ്റൈൽ ആക്ടർ, അതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് സിനിമ നമുക്ക്